കലിയുഗത്തെക്കുറിച്ച് നമുക്ക് എന്താണ് അറിയാവുന്നത്? കാലഗണനാ സമ്പ്രദായം അനുസരിച്ച് 4-ാമത്തെ യുഗമാണ് കലിയുഗം. മനുഷ്യവർഗങ്ങളുടെ ഗണനയനുസരിച്ച് 4,32,000 വത്സരമാണ് കലിയുഗം. കലിയുഗം ആരംഭിച്ച് 5117 വർഷം നാം പിന്നിട്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ കലിയെ മനുഷ്യരൂപത്തിൽ ദർശിച്ചാൽ കേവലം ഒരു ശിശുവിൻ്റെ പ്രായം മാത്രമേ കലിക്കുണ്ടാകൂ. ഇനി ആരാണ് കലിയെന്നറിയാമോ? കലിയെ നാം ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്നത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലാണ്. യഥാർത്ഥത്തിൽ ഭാഗവത പുരാണത്തിൻ്റെ പ്രചാരണത്തിന് കാരണം തന്നെ കലിയാണെന്ന് പറയാം. കലി ആരാണെന്നുള്ള അന്വേഷണം ചെന്ന് അവസാനിപ്പിച്ച ആ കഥ അറിയാമോ? യുവരാജാവായ പരീക്ഷിത്ത് യാത്രാവേളയിൽ ഇരുമ്പു തൊപ്പിയും കുടിലമുഖവുമുള്ള ഒരു അപരിചിതനെ ആകസ്മികമായി കണ്ടുമുട്ടി. അയാൾ ഒരു കാളയുടെ 4-ാമത്തെ കാൽ ഒടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാള വളരെ ദയനീയമായി കരയുകയാണ്. അതിൻ്റെ മറ്റു 3 കാലുകൾ ഒടിഞ്ഞുപോയി. പരീക്ഷിത്ത് അപരിചിതനുമായി വഴക്കായി, യുദ്ധമായി. അവസാനം അപരിചിതൻ അടിയറവ് പറയുന്നു. ശേഷം അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ കലിയെന്നു പേരുള്ളവനും ഈ യുഗത്തിൻ്റെ അധികാരിയുമാണ്. കലി കാലൊടിക്കാൻ ശ്രമിച്ച കാള ധർമ്മമായിരുന്നു. ധർമ്മത്തിന് 4 കാലുകളാണ് ഉള്ളത്: ദയ, ദാനം, ശുചിത്വം, സത്യം. സത്യയുഗത്തിൽ ധർമ്മത്തിന് ഈ 4 പാദങ്ങളും ഉണ്ടായിരിക്കും. ക്രമേണ മനുഷ്യൻ്റെ സ്വാർത്ഥത വർദ്ധിക്കും തോറും ത്രേതായുഗത്തിൽ ദയയില്ലാതാവുകയും ദ്വാപരത്തിൽ ദാനമില്ലാതാകുകയും കലിയിൽ ശുചിത്വമില്ലാതെ പോവുകയും ചെയ്യും. 4-ാം കാലായ സത്യത്തെ ഒടിക്കാനാണ് കലി ശ്രമിച്ചതെങ്കിലും നടന്നില്ല. അതിനർത്ഥം സത്യമെന്ന ഏകപാദത്തിൽ ധർമ്മം കലിയുഗത്തിൽ നിലകൊള്ളുമെന്നാണ്. സത്യം പ്രബലതയുടെ രൂപത്തിലായിരിക്കും കലിയുഗത്തിൽ. കലിയുഗത്തിലെ മനുഷ്യർ ദയയില്ലാത്തവരും ദുർമനസ്സുള്ളവരും കുടില ഹൃദയമുള്ളവരുമായിരിക്കും. മനുഷ്യ മനസ്സിലെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കും. ഇക്കാലത്ത് ഗുരുശിഷ്യ ബന്ധത്തിനും ധർമാനുസൃത വിവാഹത്തിനും ദാമ്പത്യത്തിനും ദേവയജ്ഞത്തിനും യാതൊരു മൂല്യവും ഉണ്ടായിരിക്കുകയില്ല. ഉപവാസം, തീർത്ഥാടനം, ധനദാനം, തപസ് ഇതിൻ്റെയൊക്കെ അനുഷ്ഠാനാദികൾ ഓരോരുത്തർക്കും തോന്നിയ വിധത്തിലാകുമെന്നും അതിനൊക്കെ ധർമ്മത്തിൻ്റെ പരിവേഷം കിട്ടുമെന്നും ആചാര്യന്മാർ സമർത്ഥിച്ചിരിക്കുന്നു. കലിയുഗത്തിൽ ആളുകൾക്ക് അല്പധനം കൊണ്ട് ധനാഢ്യന്മാരുടെ ഗർവുണ്ടാകും. തലമുടിയുടെ സൗന്ദര്യം കൊണ്ട് സ്ത്രീകൾക്ക് അഭിമാനം തോന്നും. സ്വർണം, വസ്ത്രം എന്നിവ കുറഞ്ഞാലും സ്ത്രീകൾ കേശാലങ്കാര തൽപരകളായിത്തീരും. കലിയുഗം അവസാനമാകുമ്പോഴേക്കും സ്ത്രീകൾക്ക് 5, 6, 7 വയസ്സുകളിൽ സന്താനങ്ങൾ ഉണ്ടാകുമെന്നും 8, 9, 10 വയസ്സ് പുരുഷന് സന്താനാർഹമാകുമെന്നും 12 വയസ്സാകുമ്പോഴേക്കും തല നരയ്ക്കാനും 20 വയസ്സാകുമ്പോഴേക്കും കാലപുരി പോകാനും യോഗ്യരാകുമെന്നും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്.